നമസ്കാരം, തേർഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഒരാളുടെ, പ്രത്യേകിച്ച് ഒരു പുരുഷന്റെ ജീവിതം തകർക്കാൻ മറ്റൊരു പെണ്ണ് വിചാരിച്ചാൽ കഴിയുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറിയിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, തന്നെ പീഡിപ്പിച്ചു, തന്നെ ഇയാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഒരു പുരുഷന്റെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇത്തരം വാർത്തകളൊക്കെ തന്നെ വലിയ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. പറഞ്ഞു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കാര്യമല്ല, അതിന് മുമ്പ് നടന്ന വലിയ ആരോപണം ഉയർന്ന നമ്മുടെ തൃശ്ശൂരിലെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ പൂജാരിയായ അരുൺ ഒരു സ്ത്രീയെ, ബാംഗ്ലൂരിലുള്ള ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്ന വാർത്ത ഇതിനു മുമ്പാണ് വലിയ വാർത്താ പ്രാധാന്യം നേടി ദിവസങ്ങളോളം നമ്മളൊക്കെ ചർച്ച ചെയ്തത്. പക്ഷേ അന്ന് തന്നെ ഇതൊരു ട്രാപ്പാണ്, അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പിന്റെ സ്വഭാവമുള്ള കാര്യമാണ് എന്ന് ചിലരെങ്കിലും ഈ അരുണിന്റെ ബന്ധുക്കളൊക്കെ തന്നെ ആരോപിച്ചിരുന്നു. അതുമാത്രമല്ല, ഈ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിലെ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളാണ് ഇതിന് പിന്നിൽ എന്ന ആരോപണം വളരെ വ്യക്തമായി ആ സമയത്ത് തന്നെ ഉയർന്നതാണ്. പക്ഷേ ഇത്തരം പെണ്ണ് കേസുകളിൽ ഉൾപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് പിന്തുണയുമായി രംഗത്ത് വരുന്ന ആളുകൾ കുറവായിരിക്കും. പക്ഷേ ഈ അരുണിന്റെ മകളും ഭാര്യയും മറ്റ് കുടുംബാംഗങ്ങളും കൂടുതലായും ഇദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സത്യം പുറത്തായിരിക്കുകയാണ്. രത്ന എന്ന സ്ത്രീയുടെ പരാതിയിൽ പറയുന്ന സമയത്ത്, അതായത് ഈ ബലാത്സംഗം നടന്നു എന്ന് പറയുന്ന സമയത്ത് ഈ അരുണും മറ്റ് ഉണ്ണി ദാമോദർ എന്ന് പറയുന്ന മറ്റൊരു പൂജാരിയും ഇവരൊക്കെ തന്നെ പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിൽ പൂജയിലായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളും പോലീസ് ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെണ്ണ് ഒരു നുണക്കഥയുണ്ടാക്കിയാൽ തീരുന്ന തരത്തിലേക്ക് നമ്മളെ ആണുങ്ങളുടെ അല്ലെങ്കിൽ പുരുഷന്മാരുടെ ജീവിതം മാറുന്നു എന്നത് വളരെ നമ്മളെയൊക്കെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ കേസിൽ ഈ അരുണിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും ഒക്കെ അദ്ദേഹത്തിനൊപ്പം നിൽക്കുകയും ഈ കേസുമായി അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തു എന്നതും ശ്രദ്ധേയമാണ്.